പിഴ കൊടുത്താണെങ്കിൽ ശരി, ഇല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ് എടുക്കുന്നു, പുള്ളിയെ ജയിലിലേക്ക് അയക്കുന്നു എന്നാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് അടിസ്ഥാനത്തിൽ. ഇലക്ട്രിസിറ്റി ആക്ട് 125, 135 അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെയാണ് ഈ പിന്നെ ലൂപ്പിംഗ്. ഇതൊക്കെ നമ്മുടെ വടക്കിന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതലുണ്ട്. നേരെ ഒരു നമ്മുടെ വയർ പോകുന്നു, അവിടെ ലൂപ്പ് ചെയ്തിട്ട് എടുക്കുക ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. അത് കേരളത്തിൽ കുറവാണ്. അത് കുറവാണ്. അത് നമ്മൾ പിന്നെയാണ് നമ്മൾ അനധികൃത ഉപയോഗം. അനധികൃത UAL പറയുന്നത് അൺഓഥറൈസ്ഡ് ലോഡ്. അൺഓഥറൈസ്ഡ് ലോഡ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഉദാഹരണത്തിൽ ഒരു കമ്പനിയുണ്ട്. കമ്പനിക്ക് നേരത്തെ അവർ ഈ വർഷം തുടങ്ങുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഏകദേശം ഒരു 30 കിലോ വാട്ട് മാത്രമേ ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ ഇത് പറഞ്ഞിട്ട് ശേഷം അവർ വേറെ ഒരു ബിൽഡിംഗ്, അതിനകത്ത് തന്നെ ഒരു വേറെ ബിൽഡിംഗ് ഉണ്ടാക്കി, അവിടെ 3-4 AC കൊണ്ടുവന്നു. അവിടെ വേറെ അത് 30-നേക്കാൾ കൂടുതൽ അവർ ഉപയോഗം അവർ ചെയ്യുന്നു. പക്ഷേ അവരെ കാണിക്കുന്നതെന്ന് ഞാൻ 30 ഉള്ളൂ. പക്ഷേ അത് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളോട് അറിയിച്ചാൽ കേസാണ് ഞങ്ങൾ 30-ൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞങ്ങൾ കുറേ വ്യവസ്ഥകൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് അറിയിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അറിയിക്കാതെ അത് ഉപയോഗിക്കുക, അതിനേക്കാൾ കൂടുതൽ വൈദ്യുതി എടുക്കുക, അത് ഞങ്ങൾ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് അറിയിക്കുമില്ല. അത് ദാറ്റ് ഈസ് കോൾഡ് അൺഓഥറൈസ്ഡ് യൂസ്. അത് പാടില്ല. ദാറ്റ് ഈസ് അൺഓഥറൈസ്ഡ് യൂസ് പറയാൻ. അതായത് ഒരു 20 കിലോ വാട്ടിൻ്റെ താഴെയാണ് ഇത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. 20 കിലോ വാട്ടിൻ്റെ താഴെയാണ് ഈ ഹോട്ടലുകൾ, ഈ റെസ്റ്റോറൻറ്റുകൾ, സിനിമ ഹാളുകൾ, നമ്മുടെ മാളുകൾ, അതാണ്. അത് അവർക്ക് പറയാതെ അവർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ അത് ഞങ്ങൾ പോയി അവിടെ അസസ് ചെയ്യും, നമ്മൾ പിഴ ഇടും. ഈ രീതിയിലാണ് മോഷണങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ഇപ്പോൾ വൈദ്യുതി വിട്ടത് വന്നു കഴിഞ്ഞാൽ താങ്കളിപ്പോൾ ഇതിന് വരുന്നതിന് മുമ്പ് CBIയിൽ അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ വന്ന ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന റിപ്പോർട്ട് തന്നെ ഈ മറ്റേ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെയും 13 ഭയങ്കര പവർഫുൾ പീപ്പിളിൻ്റെയും പേര് ആദർശ ഫ്ലാറ്റ് കുംഭകോണത്തിൽ അവരുടെ പേര് താങ്കൾ അന്വേഷണം നടത്തിയിട്ട് ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് കൊണ്ടാണ് താങ്കൾക്ക് CBI വിട്ട് കേരള കാറ്ററിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ടി വന്നത് എന്നൊരു പ്രചരണമുണ്ട്. അല്ല, അത് കേസ് എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ടീം ഉണ്ടായിരുന്നു, അത് അന്വേഷിച്ചു. കേസ് ഞാൻ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ അവർ പിരിച്ചുവിട്ടൊന്നുമില്ല. 5 വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ്, 5 വർഷത്തിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ പോകുന്നത്. 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ മറ്റേ വേറെ ഇതൊന്നും ആരും ആക്ഷേപിക്കാൻ പറ്റത്തില്ല. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അത് ശരിയല്ലേ? ഓഗസ്റ്റ് 3, 2008 ഞാൻ ജോയിൻ ചെയ്തു. ഓഗസ്റ്റ് 3, 2013 അവിടെ നിന്ന് ഔട്ടായി. അത്രേ ഉള്ളൂ. അല്ല, ഈ ആരെങ്കിലും ഈ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൽ ഇന്നതായ ആൾക്കാരുടെ പേര് ഒഴിവാക്കാൻ വേണ്ടി പ്രഷറൈസ് ചെയ്യാനോ സ്വാധീനിക്കാനോ ശ്രമിച്ചിരുന്നോ? അങ്ങനെ ഉണ്ടാക്കാൻ വഴിയില്ല. അത് ചെയ്യുകയാണെങ്കിലും നമുക്ക് അത് നമ്മൾ ചെയ്ത ജോലി നമ്മൾ ചെയ്ത പോലെ അത് നമ്മൾ ചെയ്തു. ജോലി ചെയ്ത ശേഷം എന്തൊക്കെ അവിടെ നടന്നു, ആരൊക്കെ തള്ളി നമ്മൾ ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ വഴങ്ങിയിട്ടില്ല. നമ്മൾ ഒരു ചാർജ് കൊടുത്തു, നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായിട്ടിരിക്കുമ്പോൾ ഹി ടുക്ക് വെരി സ്ട്രോങ് ഇതെഴുതു. പക്ഷെ പിന്നീട് അദ്ദേഹം പുറത്തു പോയപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും വേറെ ആരും പുള്ളിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നവർക്ക് സമൂഹത്തിൻ്റെ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ അക്സെപ്റ്റൻസ് കിട്ടും. പക്ഷേ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അപ്പർ സ്ട്രാറ്റയിൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടിരിക്കുന്നവർ അയ്യോ ഋഷായ് സിംഗോ അല്ലെങ്കിൽ TN ശേഷനോ അയാൾ വന്ന അപകടമാണ്, നമുക്ക് തലവേദനയാവും എന്ന് കരുതുന്ന ഒരു ചിന്താഗതി നിലനിൽക്കുന്നില്ലേ സമൂഹത്തിൽ? അത് അവർക്ക് അവരുടെ ചിന്താഗതി ഉണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കണം. നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എവിടെ പോയി ഏത് ജോലി തന്നാലും നമ്മൾ ആ രീതിയിൽ നന്നായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ താങ്കൾ അതുപോലെ തന്നെ രാജസ്ഥാനിലെ ബിക്കനീറിൽ നിന്നാണ് വരുന്നത്. താങ്കൾക്ക് വേണമെങ്കിൽ രാജസ്ഥാൻ കാഡറിലേക്ക് ഇത് ചെയ്യാമായിരുന്നു. കേരള കാഡർ തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണമുണ്ടോ? UPSC ആരോടും കാഡർ ചോദിക്കുന്നില്ല. അന്ന് ഒരു സിസ്റ്റം ഞങ്ങളുടെ സമയത്തിൽ ശ്രീമാൻ രാജീവ് ഗാന്ധി സാറാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഉണ്ട്, അത് യു ഷുഡ് നോ അബൌട്ട് ഇറ്റ്. അത് എങ്ങനെ തുടങ്ങിയത്? അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയ ശേഷം അദ്ദേഹം നോർത്ത് ഈസ്റ്റിൽ പോയി. ഹി വാസ് എ മാൻ വിത്ത് ന്യൂ ഐഡിയാസ്. അപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ അവർ ദശ നോക്കുമ്പോൾ അവർ പറഞ്ഞു ഇത് വളരെ മോശമാണല്ലോ, ഇത് എന്തോന്ന് ഇവിടെ ആരും ജോലി ചെയ്യുന്നില്ല, ഇത് എന്തോന്ന്.
അപ്പോൾ അവിടെ അത് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ഞങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. അവർ പറഞ്ഞു സാർ ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഓഫീസർമാർ ഇവിടെ ആരും നിൽക്കില്ല. അവരെല്ലാം ഇവിടെ വന്നിട്ട് അവർ ഈ 7 സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, നാഗാലാൻഡ്, ആസാം, മണിപ്പൂർ, ത്രിപുര, മിസോറാം, സിക്കിം, അവരെല്ലാം പോവുകയാണ്. പിന്നെ എങ്ങനെ ഇതിൻ്റെ വികസനം ഉണ്ടാവുന്ന സർ? ദെൻ തിരുവനന്തപുരം സർ വാസ് DOPT മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകണം, അവിടെ ആളുകൾക്ക് ഇവിടെ മാത്രം വരാൻ പാടില്ല, ഇവിടെ മാത്രം വരാനുള്ള ആ വ്യവസ്ഥ ഒന്ന് മാറ്റണം, നമ്മൾ ഒരു നല്ല ആളവിടെ വളർത്തണം, അതിന് ഒരു വ്യവസ്ഥ നിങ്ങൾ ഉണ്ടാക്കണം. ഹി പ്രിപ്പയർഡ്, മിസ്റ്റർ ചിദംബരം ആസ് എൻ MOS DOPT പ്രിപ്പയർഡ് എ സ്കീം. അതിനകത്ത് നമ്മൾ ഒരു കുറേ ആളുകൾ, ഒരു ഉദാഹരണത്തിന് 100 ആളുകൾ IAS-ലോ അല്ലെങ്കിൽ 100 ആളുകൾ IPS-ലോ വന്നു എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉദാഹരണത്തിൽ എൻ്റെ കൂടെ ജേക്കബ് തോമസ് ഉണ്ട്. ജേക്കബ് തോമസിൻ്റെ ഹോം കാർഡ് കിട്ടി, ജേക്കബ് തോമസിൻ്റെ പേര് മാറ്റി. ബാക്കി ഞങ്ങൾ 3 ആളുണ്ട്, ഞാൻ, ലോക്നാഥ് ബെഹ്റ, പിന്നെ വിജയാനന്ദ്. അവർ പറഞ്ഞു ഇവരെ സ്റ്റേറ്റ് കൊടുക്കുന്നതിന് അന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ദേ മേഡ് എ സിസ്റ്റം. അതിനകത്ത് ഇത് വിട്ടുപോയ ശേഷം പിന്നെ ഈ ആൾക്ക് കേരളവും കിട്ടണം. പിന്നെ അവർ ഒരു സൈഡിൽ പേരെഴുതി, നമ്മുടെ മെറിറ്റ് വൈസ് പേരെഴുതി, അതിനപ്പുറത്തെ ആൽഫാബറ്റിക്കലി സ്റ്റേറ്റ്സിൻ്റെ പേരെഴുതി. ആസാം. അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ ആളുണ്ടായിരുന്നു, ആ വിശ്വാസ് മേത്ത. ഈ വാസ് IPS. അപ്പോൾ വിശ്വാസ് മേത്ത പിന്നെ IAS അടുത്ത പ്രാവശ്യം. അപ്പോൾ വിശ്വാസ് മേത്ത എൻ്റെ തൊട്ട്, ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. മധ്യപ്രദേശ് MAD പുള്ളി നമ്മുടെ മധ്യപ്രദേശിലേക്ക് പോയി. അതിന് ശേഷമാണ് ഞാൻ. അപ്പോൾ MAD ശേഷം പിന്നെ MAN ഉണ്ട്, അത് മണിപ്പൂരാണ്. അത് മണിപ്പൂരിൽ അന്ന് 6 ഞങ്ങളുടെ ബാച്ചിൽ ഒരാളെ പോയി. പിന്നെയാണ് കേരള. അപ്പോൾ കർണാടകയിലേക്ക് ഞാൻ വന്നു. അങ്ങനെ പറഞ്ഞിട്ട് സുഹീമയുടെ അതിനകത്ത് നല്ല റാങ്കിലുള്ള ആളുകൾക്ക് നോർത്ത് ഈസ്റ്റിൽ പോകേണ്ടി വന്നു. ആ രീതിയിലാണ്, നല്ല സിസ്റ്റം ആയിരുന്നു. താങ്കൾ ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടും യു സ്പീക്ക് മലയാളം നന്നായി സംസാരിക്കാതെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും മറ്റേ മൊബൈലിൽ വിളിക്കുമ്പോൾ പഴയ മലയാളം പാട്ടുകൾ കേൾക്കുന്നുണ്ട്, ഹിന്ദി പാട്ട് ഇടയ്ക്ക് ഇത് ചെയ്യുന്നു, പിന്നെ ബാബിലോണിൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട്. മ്യൂസിക് താല്പര്യമാണ്. മ്യൂസിക് താല്പര്യം ഉണ്ടായിരുന്നു. പണ്ടേ മുതൽ കുറച്ചൊക്കെ നമ്മൾ പാടുന്നുണ്ട്. ഇതൊരു കോളേജ് സ്കൂളിൽ പാടുന്ന രീതിയിലേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്രശ്നമായിട്ട് ഇത് ചെയ്തപ്പോൾ ക്രിക്കറ്റിൽ ആദ്യത്തെ ഇതിൽ തന്നെ 2 4 അടിച്ചിരുന്നു. അപ്പോൾ യുവർ പ്ലെയർ അല്ലേ, ക്രിക്കറ്റ് പ്ലെയർ? ക്രിക്കറ്റ് ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ ഞാൻ കളിച്ചതാണ്. എൻ്റെ കോളേജ് ക്യാപ്റ്റൻ ഞാൻ കൂടിയായിരുന്നു. പക്ഷേ അത് ഓരോ കാര്യത്തിൽ ഒരു പരിധിയിലേ ഉള്ളൂ. നമ്മൾ അതിനകത്ത് പോയാൽ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. പിന്നെ കിട്ടുക ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കണം, ഇല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കണം. മലയാളത്തിലെ ഒരു പാട്ടൊക്കെ പാടാൻ പറ്റുമോ? പാട്ട് 3-4 ലൈൻ വേണമെങ്കിൽ പാടാം. നോട്ട് ദ ഫുൾ സോങ്. പഴയ പാട്ടുകളാണ് പുതിയ പാട്ടുകളാണ് ഇഷ്ടം? പഴയതാണ്. പഴയ പാട്ടുകൾ കേട്ട് പഠിച്ചതാണ് ഇങ്ങനെ കാസറ്റ് കേട്ട് പഠിച്ചതാണ്. നീ മധുപകരു മലർ ചൊരിയൂ അനുരാഗ് പൗർണമിയേ, നീ മധുപകരു മലർ ചൊരിയൂ അനുരാഗ് പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊഴിയേ, നീ മധുപകരു മലർ ചൊരിയൂ അനുരാഗ് പൗർണമിയേ. രാജസ്ഥാനിൽ നിന്ന് വന്ന് യു ആർ സിംഗിങ് വെരി ഗുഡ് മലയാളം സോങ്. മലയാളം നന്നായിട്ട് പാടുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ കൂടുതൽ പാടിക്കഴിഞ്ഞ യേശുദാസും മറ്റേ പാട്ടുകാർക്കൊക്കെ വലിയ പ്രശ്നമാവും. അങ്ങനെ പറയല്ല. അദ്ദേഹമൊക്കെ ഞങ്ങളൊക്കെ വളർന്നത് യേശുദാസ് സാറിന്റെ പാട്ട് അവിടെ ഹിന്ദിയിൽ കേട്ടിട്ടാണ്. ഗോരി തെര ഗാവ് ബഡാ പ്യാരാ, ആദ്സെ പെഹ്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഹിന്ദി പാട്ട് കൂടി ദീപ് ജലെ ആന. ഈ രാജസ്ഥാനിൽ വളരെ ഇതായിട്ടുള്ള പാട്ടുകളുണ്ട്, വളരെ പോപ്പുലർ സോങ്സ്. രാജസ്ഥാനിലെ പാട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദി സോങ് ഒരു तुम मगर साथ देने का वादा करो, मैं यूं ही मस्त नगमे लुटाता रहूं, तुम मुझे देख कर मुस्कुराती रहो, मैं तुम्हें देख कर गीत गाता रहूं, तुम मगर साथ देने का
वादा करो मैं यूं ही मस्त नगमे लुटाता रहूं. ഗംഭീരമായിരിക്കുന്നു. ഈ താങ്കളുടെ ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്തായാലും രാജസ്ഥാനിലായിരുന്നു. ആൻഡ് നൗ യു ആർ എന്താ പറയാ ഇൻ കേരള. യെസ്. ഈ എങ്ങനെ ഹൗ ഡു യു കമ്പയർ യുവർ ഒരു കമ്പാരിസൺ പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇവിടെ വന്ന ശേഷമാണ് ഞാൻ മനസ്സിലായത് രാജസ്ഥാൻ എത്രയോ പിന്നിൽ, വളരെ പിന്നിലാണ് എല്ലാ കാര്യത്തിനും വേണ്ടി. ഇനിയും അവിടെ ഞങ്ങളൊക്കെ ജനിച്ചപ്പോഴുള്ള പ്രോബ്ലംസ് ഞങ്ങൾ